ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കെമിസ്ട്രി. പല സ്റ്റുഡൻസും ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ഒരു പാർട്ട് ഓഫ് കെമിസ്ട്രിയാണ് ഓർഗാനിക് കെമിസ്ട്രി. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് ഇൻട്രൊഡക്ഷൻ പോലെ തരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. ഇനി നമുക്ക് ആ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് ചാപ്റ്ററിലെ കുറച്ച് പാർട്സ് നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുവാണെങ്കിൽ കാർബൺ 14th ഗ്രൂപ്പ് എലിമെന്റ് ആണ്. ഓക്കെ, കാർബന്റെ അറ്റോമിക് നമ്പർ റെപ്രസെന്റേഷൻ എങ്ങനെയുണ്ടാവുക? താഴെ നമ്മൾ അറ്റോമിക് നമ്പർ എഴുതും. കാർബന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 6. ഓക്കെ, അറ്റോമിക് മാസ് എത്രയാ? 12. ഇതാണ് ഒരു എലിമെന്റിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ നമുക്ക് ഇനി നോക്കാം. എന്താണ്? 2,4 ആണ്. സോ ഇതാണ് വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് കാർബൺ എത്രയാ? ഇനി 4 ആണ്. അപ്പൊ അത് നമ്മൾക്ക് എന്ന് മനസ്സിലായി, കാർബൺ ഇസ് എ ടെട്രാവാലന്റ് എലിമെന്റ്. ടെട്രാവാലന്റ് എലിമെന്റ്. ടെട്രാവാലന്റ് എലിമെന്റ്. ഓക്കെ, ഇപ്പൊ ഈ വാലൻസ് നമ്മൾ കണ്ടു. എല്ലാ എലിമെന്റ്സും ഇലക്ട്രോൺ ലൂസ് ചെയ്തും അല്ലെങ്കിൽ ഗെയിൻ ചെയ്തിട്ടാണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഈ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർബണിന് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് നമ്മൾ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാർബണ് 4 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യണം അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യണം നമ്മുടെ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാൻ. നമുക്ക് ഇവിടെ കാണാം 2 കേസാണ് പോസിബിൾ അല്ലെ. എന്താണത്? 2 നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. അതേപോലെ തന്നെ 2 8 ഈ കേസിൽ 4 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നു, ഈ കേസിൽ 4 ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നു. ഈ 2 പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. പക്ഷെ ഈ കേസിൽ നമുക്ക് കാണാം 4 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ റിപ്പൾഷൻ സംഭവിക്കും, അതും അൺസ്റ്റെബിലിറ്റിക്ക് ലീഡ് ചെയ്യും. പക്ഷെ ഈ കേസിലോ 4 ഇലക്ട്രോൺസ് ലോസ് ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് എന്താവും? അൺസ്റ്റെബിലിറ്റി. അത്രയും ഇലക്ട്രോൺസ് വാലൻസ് ഷെൽ വിട്ടുതരത്തില്ല, അതും അൺസ്റ്റേബിൾ ആവും. ഓക്കെ, അപ്പൊ ഈ 2 കേസും പോസിബിൾ അല്ല. അപ്പോ എങ്ങനെയായിരിക്കും കാർബൺ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നത്? ഷെയറിങ്ങിലൂടെ. ഇലക്ട്രോൺസ് ഷെയറിങ്ങിലൂടെയാണ് കാർബൺ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് നമുക്ക് കാണാം. ഇലക്ട്രോൺസ് ഷെയറിങ്ങിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ കാർബണിന്റെ കേസിൽ നമുക്ക് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഒരു മോണോവാലന്റ് എലിമെന്റ് എടുക്കാം. ഏതാണ്? ഹൈഡ്രോജൻ. ഹൈഡ്രോജന് എത്ര ഇലക്ട്രോൺസ് കാണും? 1 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ കാർബൺ എന്ത് കാട്ടുന്ന വെക്കുമ്പോൾ ഈ എല്ലാം ഇലക്ട്രോൺസ് ആയിട്ടും ഒരു ഷെയറിംഗ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ ബോണ്ടിന്റെ പേരാണ് കോവലന്റ് ബോണ്ട്. നമുക്ക് ഈ ബോണ്ടിന്റെ പേരാണ് കോവലന്റ് ബോണ്ട്. കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുക ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിലൂടെയാണ്. അങ്ങനെയാണ് കാർബൺ സ്റ്റെബിലിറ്റി, അതായത് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ കാർബണിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കാർബൺ ആയിട്ട് ലിങ്ക് ചെയ്ത് ഫോം ചെയ്യുന്ന കോവലന്റ് ബോണ്ട്സ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കാർബണുള്ള പ്രത്യേകതയാണത്. കാർബൺ ആയിട്ടും ബോണ്ട് അങ്ങനെ ലോങ് നമ്പർ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ്, അതായത് ലാർജ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കാർബൺ ക്രിയേറ്റ് ചെയ്യും. കാരണം അതിന്റെ സ്മോൾ സൈസും പിന്നെ ഈ പ്രോപ്പർട്ടി ആയ കാറ്റനേഷൻ. ഈ പ്രോപ്പർട്ടിയുടെ പേരാണ് കാറ്റനേഷൻ. സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയാണ് കാറ്റനേഷൻ. ഓക്കെ, കാർബൺ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയാണ് കാറ്റനേഷൻ. കാർബൺ തമ്മിലുള്ള ബോണ്ടും കാർബൺ വേറെ എലിമെന്റ്സ് ആയിട്ടും ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് കാറ്റനേഷൻ. ഈ ഒരു പ്രത്യേകത കൊണ്ടും കാർബൺ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞു കാർബൺ തമ്മിലുള്ള ബോണ്ട്. അത് എങ്ങനത്തെ ബോണ്ടുകളാണ് പ്രസന്റ് ചെയ്യുക? ഞാൻ പറഞ്ഞു കാർബൺ തമ്മിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. കാർബൺ തമ്മിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വിൽ ടേക്സ് പ്ലേസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓൺലി സിംഗിൾ ബോണ്ട് ആണോ ഫോം ചെയ്യുക, അതോ ഡബിൾ ബോണ്ടും പോസിബിൾ ആണോ? യെസ്, സിംഗിൾ ബോണ്ട് പോസിബിൾ ആണ്, സിംഗിൾ കോവലന്റ് ബോണ്ട് പോസിബിൾ ആണ്, അതേപോലെ തന്നെ ഡബിൾ കോവലന്റ് ബോണ്ടും പോസിബിൾ ആണ്, അതേപോലെ തന്നെ ട്രിപ്പിൾ കോവലന്റ് ബോണ്ടും പോസിബിൾ ആണ്. അപ്പൊ ഇതിന് ഡിഫറെന്റ് നെയിംസ് ആണോ? അതെ. അപ്പോൾ സപ്പോസ് കാർബൺ ആയിട്ട് സിംഗിൾ ബോണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഹൈഡ്രോജൻ എഴുതുകയാണ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് പറയും? ആൽക്കെയിൻ എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് എഴുതും? നമ്മളതിനെ എന്ത് വിളിക്കും? ആൽക്കീൻ എന്ന് പറയും.
അതേപോലെ തന്നെ കാർബൺ കാർബൺ തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ആൽക്കൈൽ. ഓക്കെ, ഇതൊരു സ്പെഷ്യാലിറ്റി ആണ്. കാർബണിന്റെ വെർസറ്റൈൽ നേച്ചർ നമ്മൾ കാണിക്കുന്ന കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ നെയിമാണ്, ആൽക്കൈന്റെ നെയിമാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ആൽക്കീൻസിനും ആൽക്കൈൻസിനും നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയും. നമ്മളിപ്പോൾ പഠിച്ചത് റീസൺസ് ഫോർ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ടെട്രാവാലൻസി ഓഫ് കാർബൺ. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു കാറ്റനേഷൻ. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു ടെൻഡൻസി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്സ്. മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യുന്നത് പറഞ്ഞു. ഫസ്റ്റ് നമുക്ക് സിംഗിൾ ബോണ്ട് നോക്കാം. കാർബൺ ഒരു ബോണ്ട് ഫോം ചെയ്ത കാർബണായിട്ട് ഇവിടെ നമുക്ക് 3 ബോണ്ട്സ് അനദർ ഫോം ചെയ്യാൻ പറ്റും. കാരണം ബാലൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു 4 ആണെന്ന്. ഈ കേസിൽ നമുക്ക് 3 ഹൈഡ്രോജൻ ഫോം ചെയ്യാൻ പറ്റും. ഈ കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയും? ആൽക്കേൻ. ആൽക്കേൻസ്. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട് നെയിമിലേക്ക് പോകുന്നില്ല, ആൽക്കേൻസ്. അതേപോലെ തന്നെ കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്ത, അപ്പൊ 2 ഇലക്ട്രോൺസ് ഇൻവോൾവ് ആവുകയാണ്. ഓക്കെ, ഇനി റിമൈനിങ് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ആർ ദേർ ഇൻ ദ വാലൻസ് ഷെൽ. അപ്പൊ നമുക്ക് എത്ര ഹൈഡ്രോജൻ ആഡ് ചെയ്യാൻ പറ്റും? 2 ഹൈഡ്രോജൻ അല്ലേ? ഞാൻ ആ 2 ഹൈഡ്രോജൻ ആഡ് ചെയ്തിരിക്കുന്നു. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ആൽക്കീന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഇനി 1 ഇലക്ട്രോൺ ആണ് ബാക്കിയുള്ളത് വാലൻസ് ഷെല്ലിൽ, അത് ഹൈഡ്രോജൻ ആയിട്ട് ബോണ്ട് ചെയ്യുന്നു. ഇതെന്തിന്റെ എക്സാമ്പിൾ ആണ്? ആൽക്കൈന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ആൽക്കൈൻസിന്റെ ഇനി മറ്റൊരു പേരാണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ സിംഗിൾ ബോണ്ട്, കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയും. അതേപോലെ തന്നെ ആൽക്കൈനി രണ്ടും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് പറയും? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഐസോമെറിസം എന്നൊരു ടോപ്പിക്കാണ്. ഐസോമെറിസം പേര് കേട്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പല സ്റ്റുഡൻസിനും. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിനൊരു കുഞ്ഞു എക്സാമ്പിളും ഞാൻ അതിനെ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ പോലെ പറയാം. ഹാവിങ് സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഞാൻ ഒന്നുകൂടി പറയാം. കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എന്താണത്? മോളിക്യുലർ ഫോർമുല നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുവാണെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം. അതിനു മുമ്പേ ഐസോമെറിസം എന്നുള്ള ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ നമുക്കിതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഐസോമേഴ്സ് ഓഫ് പെന്റേൻ. ആ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ചെയിൻ ഐസോമെറിസം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ചെയിൻ ഐസോമെറിസം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും. ഏത്? കാർബൺ കാർബൺ തമ്മിൽ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചെയിൻ ഐസോമെറിസിന്റെ എക്സാമ്പിൾ ആണ് ഈ ഐസോമർ ഓഫ് പെന്റേൻ. ഐസോമർ ഓഫ് പെന്റേൻ. ഓക്കെ, പെന്റേൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ മെമ്പർ ഓഫ് ആൽക്കേൻ. 5 മെമ്പർ ഓഫ് ആൽക്കേൻ. അപ്പൊ 5 കാർബൺസ് ഉണ്ടാവും. ഫസ്റ്റ് നമുക്കറിയാം 5 കാർബൺസ് ഉണ്ടാവും. ഓൾ ആർ സിംഗിൾ ബോണ്ട് ബിക്കോസ് ആണ് നമ്മുടെ സഫിക്സ് ആയിട്ട് വരുന്നത്. കാർബൺ 5 കാർബൺസ് ചെയ്തു. ഇനി നമുക്ക് ഹൈഡ്രോജൻ ഫില്ല് ചെയ്യുവാണ്. ഹൈഡ്രോജൻ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഹൈഡ്രോജൻ ഫില്ല് ചെയ്തു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്ട്രക്ചർ ഓഫ് പെന്റേൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പേര് എൻ പെന്റേൻ അല്ലെങ്കിൽ നമ്മൾ പെന്റേൻ എന്ന് പറയും. ഞാൻ ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല. അപ്പൊ ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? C5. എത്ര ഹൈഡ്രോജൻ ഉണ്ട്? 12 ഹൈഡ്രോജൻ ഉണ്ട്. അപ്പൊ C5H12.
അപ്പൊ മോളിക്കുലർ ഫോമിൽ സെയിം ആയിരിക്കണം, ഡിഫറെന്റ് കാർബൺ അറേഞ്ച്മെന്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് ഇനിയൊരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 കാർബൺ ഞാൻ എഴുതിയിട്ട് ഇവിടെയാണ് ഒരു കാർബൺ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് സ്ട്രക്ചർ ആയല്ലോ. ഞാൻ ഹൈഡ്രോജൻ ഫില്ല് ചെയ്യുവാണ്. ഹൈഡ്രോജൻ ഫില്ല് ചെയ്തു. മോളിക്കുലർ ഫോമുല എന്താണ്? എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. C5. ഹൈഡ്രോജൻ സെയിം H12. സെയിം മോളിക്കുലർ ഫോമുല, ഡിഫറെന്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ്. അതാണ് ഞാൻ പറഞ്ഞ ഐസോമർ. ഇനി വല്ല പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഐസോമേഴ്സ് നമ്മൾ എഴുതുമ്പോൾ എല്ലാം പോസിബിലിറ്റി, ഡിഫറെന്റ് പോസിബിലിറ്റി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഐസോമേഴ്സിനെ എഴുതുക. ഓക്കെ, പിന്നെ ഒരു പോസിബിലിറ്റി എന്താ? ഞാൻ 3 കാർബൺസ് സ്ട്രൈറ്റ് ചെയിനിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബണും ഇവിടെ ഒരു കാർബണും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഐസോമർ ഓഫ് പെന്റേൻ. ഓക്കെ, നെയിംസ് ഡിഫറെന്റ് ആണ്. നമ്മൾ ഇതിനെ പറയുന്നത് IUPAC പറയുവാണെങ്കിൽ 2-methyl butane. ഈ കോമ്പൗണ്ടിന്റെ പേര് 2,2 dimethyl propane. Okay, isomers which is having same molecular formula, different structural arrangement. You can see 3 different structure. ഇനി again ഏതെങ്കിലും സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. I think it will be not possible. Okay, ഇതാണ് ഐസോമേഴ്സ് ഓഫ് പെന്റേൻ. നമ്മൾ ഐസോമേഴ്സിൽ പല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിലൊരു ചെറിയൊരു ഫസ്റ്റ് ഒരു ടൈപ്പാണ് നമ്മുടെ ചെയിൻ ഐസോമേഴ്സം. ആ പാർട്ടാണ് നമ്മളിപ്പോൾ നോക്കിയത്. അതിന്റെ എക്സാമ്പിൾ ആണ്, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാം ഐസോമേഴ്സ് ഓഫ് പെന്റേൻ. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. മീത്തേൻ ഗ്യാസ്. ഓക്കെ, മീത്തേന്റെ പ്രോപ്പർട്ടി ജനറലി അറിയുന്നുണ്ടാവും. ഇതൊരു ഗ്യാസ് ആണ് വിച്ച് ഇസ് പോയ്സണസ്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ H റിമൂവ് ചെയ്യുവാണ്. ഓക്കെ, ഈ H റിമൂവ് ചെയ്തിട്ട് ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. സപ്പോസ് OH ആഡ് ചെയ്തു. ഓക്കെ, വേറൊരു ആറ്റം, ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം, 2 ആറ്റംസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രോജൻ. അപ്പൊ ഇതിനെ ആഡ് ചെയ്തു. അപ്പൊ ഈ കാർബൺ ഇപ്പൊ ഉള്ള ഈ മീത്തേന്റെ പ്രോപ്പർട്ടി എൻറ്റയർലി ചേഞ്ച് ആവും. ഇതൊരു ആൽക്കോളായി മാറും. ഇതാണ് മിത്തനോൾ ആണ്. ഇതൊരു ആൽക്കോൾ ഗ്രൂപ്പ് ആയിട്ട് മാറി. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ അറൈവൽ ഓഫ് ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെ. അപ്പോ അതാണ് നമ്മളിപ്പോ പഠിച്ച ഡെഫിനേഷൻ പറയാൻ. നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? A functional group is an atom or a group of atom present in a molecule which determines the chemical behavior of the molecule. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഡെഫിനേഷൻ നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ അപ്പോൾ ഒരു ഹൈഡ്രോ കാർബണിലെ ഒരു ഹൈഡ്രോജൻ റിമൂവ് ചെയ്ത് അറൈവൽ ഓഫ് ദ അനദർ ഗ്രൂപ്പ് ഓഫ് ആറ്റം, അതായത് ഫുൾ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ആറ്റംസ് ആയിരിക്കും അവിടെ എൻറ്റർ ചെയ്യുക. അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൽക്കോൾ മാത്രമല്ല, നിറയെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നമുക്കുണ്ട്. ആൽക്കോൾ, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റർ, ഈത്തർ, അങ്ങനെ പറഞ്ഞാൽ കുറെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു ബേസിക്സ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ കീറ്റോൺ, ആൽക്കഹോൾ, കാർബോക്സിലിക് ആസിഡ്, ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ് യു. താങ്ക് യു.